ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം KSRTC ടെർമിനലിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ സുൽത്താൻ ബത്തേരി തിരുവനന്തപുരം മിന്നൽ യാത്ര നടത്തിയിട്ട് രാത്രി ഇവിടെ വന്ന് പുറപ്പെട്ട് രാവിലെ ഇവിടെ വന്ന് ഇറങ്ങിയതാണ്. അതിന് ശേഷം ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ, ഇത് ഇവിടുത്തെ KSRTC ടെർമിനലാണ്. ഞാനിത് ബസ് അതിൻ്റെ അകത്തൂടെ അപ്പുറത്തൂടെ കയറിയിട്ടാണ് അങ്ങോട്ട് പോയത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെന്ന് ഇറങ്ങിയിട്ട് പുറത്ത് വന്നപ്പോഴാണ് ഞാനിപ്പോൾ ഇത് കാണുന്നത്. ഇതിൽ ഡോർമെട്രീസ് ഇങ്ങനെ താമസിക്കാനുള്ള റൂമൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു റൂമിൽ കയറിയിട്ട് ഒന്ന് ഫ്രഷപ്പായി ഒരു 100 രൂപ കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയതാണ്. ഉറക്കമൊന്നും നടന്നിട്ടില്ല. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുറത്ത് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് ഈ KSRTCൻ്റെ മുൻവശം കാണുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ഞാൻ ഇതിന് മുമ്പ് തിരുവനന്തപുരം കണ്ടിട്ടില്ല. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള സ്ഥലമാണ്. കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. ഭരണസ്ഥിര കേന്ദ്ര സെക്രട്ടേറിയറ്റ് നിയമസഭയ്ക്കുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം, ഭീമാപ്പള്ളി, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ കാണാനും കൂടെ ആയിട്ടാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എന്താ പ്ലാന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജസ്റ്റ് ഇറങ്ങിയിട്ട് ഇവിടെ നമുക്ക് ഒരുപാട് സിറ്റി സർവീസ് ബസ്സുകളുണ്ട്. അതായത് നമ്മുടെ സിറ്റി സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്, ഡബിൾ ഡെക്കർ ബസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്നൊന്നും എനിക്കറിയില്ല. സിറ്റിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ഏതായാലും അത് കണ്ടുപിടിച്ചിട്ട് അതിൽ കയറി ഇന്ന് ഒരു സിറ്റി റൈഡ് യാത്ര നടത്താമെന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ 2 ഡബിൾ ഡെക്കർ ബസ് അതിലൂടെ പോയി. പക്ഷെ അത് ഈ ട്രാക്കിലേക്ക് കയറിയിട്ടില്ല. അത് അപ്പുറത്ത് മെയിൻ റോഡിലൂടെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതെവിടെ കിട്ടുക എന്നൊന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് സിറ്റി ബസ്സിൽ കറങ്ങാം. ഇതൊരു ബഡ കോംപ്ലക്സ് തന്നെയാണ്. അതിനുള്ളിൽ പിന്നെ താമസ സൗകര്യമൊക്കെ ഉണ്ട്. ചീപ്പായിട്ട് 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനുള്ള ഡോർമെട്രി, AC ഡോർമെട്രി ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് അത് കിട്ടണമെങ്കിൽ ഞാൻ അതിൽ താമസിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇതെല്ലാം മോർണിംഗ് ടൈം ആയതുകൊണ്ട് എല്ലാം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടുന്ന് ആയിരിക്കില്ല ആ സിറ്റി ബസ്സുള്ളത് വേറെ ഏതോ സ്ഥലത്ത് വെച്ചാണ്. അതൊന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ KSRTC ബസ് നിൽക്കുന്ന പോർഷൻ കേട്ടോ. അകത്തേക്ക് അതുവഴി കയറി വരും. അതുവഴി കയറി ഇത് കണ്ടു. അപ്പോൾ ഇതിവിടെ കുറച്ച് ഞെരുക്കാണ്, സൗകര്യക്കുറവുണ്ട്. ഇത് കെട്ടിടതാണ് നമ്മളെ കോംപ്ലക്സ്, KSRTC കോംപ്ലക്സ്. ബട്ട് എന്നാലും കുഴപ്പമില്ല. കമ്പാരിറ്റീവ്ലി മറ്റ് ഇത് സ്ഥലങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഉഷാറാണെങ്കിലും നമുക്ക് ബസ്സുകൾ നിൽക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ചു. അപ്പോൾ നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സുകളൊന്നും അവൈലബിൾ ഇവിടെ അല്ല. അത് കിഴക്കേക്കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഇവിടെ ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റോഡ് മുറിച്ച് അപ്പുറത്ത് കിടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ് കിട്ടും. ആ ബസ്സിന് കയറിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ആ ബസ് അവൈലബിൾ എന്ന് ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്, നോക്കാം. ഈ കോംപ്ലക്സിൽ തന്നെ ഹോട്ടലുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടോ നോക്കാം. ഇവിടെ ഫുഡ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോവാം. നമ്മൾക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം ലൈറ്റായിട്ട്. എന്തുണ്ട് കഴിക്കാൻ? കഴിക്കാൻ എന്താ? പൊറോട്ട, ദോശ, പൂരി, അപ്പം, ഇടിയപ്പം. അപ്പം എനിക്കൊരു ദോശ, മസാല ദോശ. സാധാ പ്ലെയിൻ ദോശ അല്ലേ? പ്ലെയിൻ ദോശ. പ്ലെയിൻ ദോശ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്പെഷ്യൽ പ്ലെയിൻ ദോശ കഴിച്ചിട്ട് നമുക്ക് പോകാം. ക്രോസ് ചെയ്ത് കിടന്നിട്ട് അപ്പുറത്ത് ചെന്നിട്ട് നമുക്ക് കിഴക്കേക്കോട്ടേക്കുള്ള ബസ് കയറി പോകണം. അതിന് വേണ്ടിയിട്ടാണ്. എവിടെ എൻക്വയറി എവിടെയാ? ഞാനവിടുന്ന് ഒരു തിരുവനന്തപുരം പ്ലെയിൻ ദോശ കഴിച്ചിട്ടോ. കുഴപ്പമൊന്നുമില്ല, ആവറേജ്. വേറെ കടയൊന്നുമില്ല, ഒന്ന് മാത്രമേ കഴിച്ചുള്ളൂ. ലേറ്റായിട്ടൊരു ഫുഡ് രാവിലെ കഴിച്ച് കഴിഞ്ഞാൽ ബസ് കയറി കഴിഞ്ഞാൽ പിന്നെ വിശന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നേരത്തെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കഴിച്ച്, വിശപ്പുണ്ടായിട്ട് കഴിച്ചതൊന്നുമല്ല. അതിലിവിടെ എവിടെയാണ് അതിൻ്റെ എൻക്വയറി ഉള്ളത്, ഇവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഇവിടെയാണ് തമ്പാനൂർ ബസ് സ്റ്റോപ്പ് ഉള്ളത്. സിറ്റി ബസ് കയറുന്നത്. ഏതൊക്കെ സിറ്റി ബസ് അങ്ങോട്ട് പോകുന്നതാണോ എന്ന് ചോദിച്ച് നോക്കിയിട്ട് നമുക്ക് അതിൽ കയറാം.
അപ്പോൾ ഇവിടെ വരുന്നവരൊരു കാര്യം ശ്രദ്ധിക്കുക, അപ്പുറത്ത് KSRTC ടെർമിനൽസ്, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റോഡ് ഇപ്പുറത്തേക്ക് മുറിച്ച് കടന്ന് ഇതിൻ്റെ ഇപ്പുറത്ത് കഴിഞ്ഞാൽ ഇവിടെ തമ്പാനൂർ ബസ് വെയിറ്റിംഗ് ബസ് സ്റ്റോപ്പ് ഉണ്ട്, സിറ്റി ബസ്സൊക്കെ നിൽക്കുന്ന. അവിടെ നമുക്ക് മൊബൈൽ പോർട്ടൊക്കെ കയ്യിൽ വെച്ചിട്ട് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ കേട്ടോ. അവിടെ മഞ്ഞ ടീഷർട്ട് ഇട്ട ആൾ മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതേപോലെ ചാർജ് ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ ഇവിടെ ഒരു എൻക്വയറി ഉണ്ട്. ഇത് അവർ KSRTCൻ്റെ തന്നെ, നമുക്ക് കാണിച്ചാൽ ഇവിടെ ചോദിച്ചു നോക്കാം. ഞാനൊന്ന് ചോദിച്ചു നോക്കിയിട്ട് വിവരങ്ങൾ പറഞ്ഞുതരാം. 10:30. അപ്പോൾ ഈ ബസ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ബസ്സിന് കയറിയിട്ട് ഈസ്റ്റ് കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം, അതായത് കിഴക്കേക്കോട്ട ഇറങ്ങണം. ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്, സിറ്റി ബസ്. പിന്നെ ഏതായാലും ഈ സമയത്ത് വെയിലൊക്കെ കുറച്ച് കുറവാണ്, മഴക്കാറ് മൂടിയ പോലെ ഉണ്ട്. അപ്പോൾ ഇതിന് കയറിയിട്ട് നമുക്ക് ഈസ്റ്റ് കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാം. ഇതിലെന്താ ആരും ഇല്ലാത്ത, ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാനിതിൽ കുറേ നേരം ഇരിക്കേണ്ടി വരുമോ? ബസ്സുകളൊക്കെ അപ്പുറത്തോടെ അങ്ങനെ പോകുന്നുണ്ട്. എന്നാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാനവിടെ എൻക്വയറിയിൽ ചോദിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ബസ്സിൽ കയറുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണുണ്ട്, ചില്ലറ കയ്യിൽ കറക്റ്റായിട്ട് വെക്കണം. ഇവിടുന്ന് 10 രൂപ ടിക്കറ്റ് ഉള്ളൂ, പക്ഷേ നമ്മളെ കയ്യിൽ 10 രൂപ ഇല്ലെങ്കിൽ പണി കിട്ടും. നമ്മളെല്ലാം ഗൂഗിൾ പേനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഹോട്ടലിൽ കയറി, ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ 500 രൂപ നോട്ടാണുള്ളത്. ഇപ്പോൾ ഈ 10 രൂപ ടിക്കറ്റ് എടുക്കുന്ന 500 രൂപ കൊടുത്താൽ കണ്ടക്ടർ ചിലപ്പോൾ ഭ്രാന്തളകില്ല. അപ്പോൾ ചില്ലറൊക്കെ പെറുക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ബസ് നേരെ കിഴക്കോട്ട് ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ അന്വേഷിക്കണം ഈ ഡബിൾ ഡെക്കർ ബസ് ഈ സമയത്ത് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഞാനിപ്പോൾ രാവിലെ വന്ന സമയത്ത് 1-2 ബസ് ഇങ്ങനെ പോകുന്നുണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ഈ സമയത്ത് ഉണ്ടാവില്ല എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും അവിടെ പോയി നോക്കണം. ബസ് എടുത്തു, ബസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എവിടുന്ന് ആളൊന്നും അറിയില്ല, ഫുള്ളായില്ല, ഏകദേശം ആൾ കയറി. ബസ് ഇറങ്ങി ഇനി പുറകോട്ട് നടക്കണം. അപ്പോൾ കുറച്ച് ദൂരമുള്ളൂ, ഇത് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് നടന്ന് തന്നെ ഇങ്ങ് വന്നാൽ മതിയല്ലോ KSRTCൻ്റെ അവിടെ നിന്ന്. ഞാൻ ഈ ബസ്സിൽ കയറി, ബസ് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം പിന്നിട്ട് കുറേ ദൂരം കഴിഞ്ഞ് വന്നിട്ടാണ് നിർത്തിയത്. ഞാൻ പുറകോട്ട് വീണ്ടും നടക്കുകയാണ്. ഇപ്പോൾ ഇതിലൂടെ പോയിട്ട് ഇവിടെ തൊട്ടടുത്തൊരു KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്, അത് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ് എന്ന് പറയും. അവിടെ നിന്നാണ് ഈ സിറ്റി സർവീസ് സ്റ്റാർട്ട് ചെയ്യണത്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. പോകുന്ന പോക്കിൽ സിറ്റി ഒന്ന് നടന്നും കാണാം അല്ലേ. റോഡ് ക്രോസിംഗ് ബ്രിഡ്ജാണ്. ഇതിൻ്റെ അകത്തൊരു KSRTC ഉണ്ട്, അങ്ങോട്ട് പോകാം. ഇതിൻ്റെ അകത്തു നിന്നാണ് ബസ്സുള്ളത്, പോയി നോക്കാം. ഇതിൻ്റെ അകത്ത് ബസ് കണ്ടുപിടിക്കണമല്ലോ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു കേട്ടോ. അത് സ്വിഫ്റ്റ് ബസ് ഓടിക്കുന്നതാണ്, അതല്ലേ? സ്വിഫ്റ്റിലെ കണ്ടക്ടറാണ്. വീട് വഴിക്കടവാണ്. വഴിക്കടവാണ് പുള്ളിയുടെ വീട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കണ്ടു, അപ്പോൾ പുള്ളി എനിക്ക് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇന്ന് മറ്റേ ബസ് ഇന്നാണത്തെ സ്റ്റാർട്ട് ചെയ്യണം, നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് ഇന്നാണ് ഇവിടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങി 2 ട്രിപ്പ് പോയി എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ട്രിപ്പ് 11 മണിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ സിറാജ് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് എവിടുന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കായിരുന്നു. അപ്പം അവിടുന്ന് ഒരു സാറിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ച് പോകുന്ന വഴിക്ക് ഞാൻ സിറാജിനെ കണ്ടു. അപ്പോൾ സിറാജ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. താങ്ക് യു സിറാജ്. നമ്മളെ ഡീറ്റെയിൽസ് കൂടി പറഞ്ഞു. പറഞ്ഞോ. പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സിറാജ് നിലമ്പൂർ വ്ളോഗ്സ് എന്നാണ്. നമ്മളിവിടെ തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതിക്കൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് നമ്മൾ ഇവിടെ ജോലി ചെയ്യണത്. ജോലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. തിരുവനന്തപുരത്തെ ആൾക്കാരൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഭക്ഷണം ഉറക്കം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും ഇവിടെ ഉഷാറാണ്. ഭക്ഷണം ഉറക്കം പറഞ്ഞാൽ നമ്മളെ മലപ്പുറത്തിന്റെ രീതിയിലുള്ള ഭക്ഷണം ഇവിടെ ഏത് സമയത്തും ദോശയും ചട്ടണിയാണ്. ഞാനിപ്പോ പ്ലെയിൻ ദോശ കഴിച്ചു രാവിലെ വന്നിട്ട്. അതേപോലെ നമ്മൾ ഉറക്കം അടിയിൽ കിടന്ന മൂട്ടയും മേലെ കിടന്ന കൊതുകുമാണ്. ഉറങ്ങാനൊരു സുഖമല്ല. നാട്ടില് നല്ല രീതിയിൽ ഹോട്ടൽ പണി എടുത്ത് ജീവിക്കാനും അതിന്റെ ഇടയിലാണ് ഇത് എഴുതിങ്ങാണ്ട് ഇവിടെ വന്നത്. നാട്ടിൽ കിട്ടുന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പൊ നിൽക്കുന്നത്.
ഓ അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തത് ഈ ഡിപ്പോക്കാണ്. ഒരു കൊല്ലമായി തിരുവനന്തപുരത്ത് വന്നിട്ട്. നാട്ടിൽ നല്ല ഹോട്ടൽ ജോലി എടുത്ത് നടക്കിയായിരുന്നു, സപ്ലയർ ആയിരുന്നു. നമുക്ക് കൂലി ഇല്ലെങ്കിൽ നല്ല ടിപ്പൊക്കെ കിട്ടി. അടിപൊളി. അല്ല ശരിയാവും, ശരിയാവുന്നില്ല പ്രതീക്ഷയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സിറാജ് നിലമ്പൂർ വ്ളോഗ്സ്. സിറാജ് നിലമ്പൂർ വ്ളോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ KSRTCയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെയാണ് ഇപ്പോൾ സിറാജ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി കാണാം സിറാജ്. ഞാൻ വന്ന കറക്റ്റ് ടൈമിന് ഇന്നാണ് ബസ് ഇവിടെ സ്റ്റാർട്ട് ആവുന്നത്. ഇനിയിപ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഇതിൻ്റെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിംഗ് പോയിന്റ്. അവിടെ പോയി നോക്കാം. 11 മണിൻ്റെ കിട്ടുമെന്ന് അറിയില്ല, 10:45 ഇപ്പോൾ. സുലോ ഇവ കാണുന്നതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സിറാജ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. അപ്പുറത്ത് ക്രോസ് ചെയ്യണം. ഇനി അപ്പുറത്ത് പോയി ക്രോസ് ചെയ്യാം അങ്ങോട്ട്. അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്തു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ഭാഗത്താണ് ഇപ്പം നമ്മളുള്ളത്. ഓക്കെ, ഇവിടെയൊക്കെ കാര്യമായിട്ട് ഫ്രൂട്ട്സ് കച്ചവടം. ഫ്രൂട്ടല്ലേ ഇതിൻ്റെ അകത്താണ് ക്ഷേത്രം. അതുകൊണ്ട് അവിടെ കാണുന്നുണ്ട്. എൻട്രൻസ് അവിടെ ഇഷ്ടംപോലെ ആളുണ്ട്. അതിൻ്റെ അകത്ത് പോയി വീഡിയോ എടുക്കാൻ പാടുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അത് അന്വേഷിച്ചിട്ട് നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ നോക്കാം. ഇപ്പോൾ ബസ്സിന് സമയമായിട്ടുണ്ട്. 11 മണിക്ക് വരുന്നല്ലോ പറഞ്ഞാൽ. 11 മണി ആവാറായി. ഇവിടെ അന്വേഷിച്ച് നോക്കാം. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു സർവീസ്. അപ്പോൾ ഇവിടെ എൻക്വയറിയിൽ ഞാൻ ചോദിച്ചു. അത് ഒരു ടൈം നിശ്ചിത സമയം ഗ്യാപ്പിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വരും എന്ന് പറഞ്ഞു. അവിടെ പോയി നോക്കാം. ഇതേ വരുന്നത് ഡബിൾ ഡക്കർ സ്വിഫ്റ്റ്. ഇതിന് കയറാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. ഇതിൽ മുകളിൽ കയറി ഇതിൽ ആരും ഇല്ലല്ലോ. സംഭവം വെയിലായതുകൊണ്ട് ആരും കയറാത്താന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. സൈഡാക്കട്ടെ. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഡബിൾ ഡക്കർ ബസ് സിറ്റി റൈഡ്. നോക്കാം. ഇതിന് നമ്മൾ കയറണം എന്തായാലും. അപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നവർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഡബിൾ ഡക്കർ ഡബിൾ ഡക്കർ സ്വിഫ്റ്റ്. ഈ ബസ്സിന് കയറി കഴിഞ്ഞാൽ നമുക്ക് സിറ്റി ഫുള്ളായിട്ട് പോകാം. അതിൻ്റെ എല്ലാ ഗൈഡൻസും ഇതിൽ തരും. ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിലെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിരിക്കും. ഇതൊരു നിശ്ചിത സമയം ഇടവിട്ട് ഇവിടെ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കും. നമുക്ക് ഇതിൽ കയറി മുകളിൽ കയറി ഇരുന്ന് യാത്ര ചെയ്യാം. വെയിലുള്ള സമയത്ത് കുറച്ച് റിസ്ക് ആയിരിക്കും. പക്ഷെ ഞാൻ അത് നോക്കുന്നില്ല. ഞാൻ കയറാൻ തീരുമാനിച്ചു.